എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? ആ ഡീല് നടക്കില്ല. ഞാനിതെല്ലാം നിങ്ങളുടെ പേർക്ക് എഴുതി തന്ന അത് കിട്ടിക്കഴിയുമ്പോ നിങ്ങൾ വാക്ക് മാറും. അതാ നിങ്ങളുടെ ക്യാരക്ടർ. അതിനല്ലേ ഞാൻ പറഞ്ഞത് നിനക്ക് ഞാനൊരു എഗ്രിമെന്റ് എഴുതി തരാമെന്ന്. അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആ, പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിട്ടുപോയതായിരിക്കും. അതായത് നീ ഇതൊക്കെ എന്റെ പേരിലേക്ക് എഴുതി തരുമ്പോ ഞാനും എഗ്രിമെന്റ് എഴുതി നിനക്ക് തരും. ആ മുദ്രപത്രത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരിക്കും: പത്മയും ജഗന്നാഥനും തമ്മില് യാതൊരുവിധ മോശമായ ബന്ധങ്ങളും ഇല്ലായിരുന്നുവെന്നും അതൊക്കെ പത്മയെ ഇവിടുന്ന് ഓടിക്കാനും ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാനും ഞാൻ കെട്ടിച്ചമച്ച കള്ളക്കഥകളാണെന്നും നീ അവന്റെ മകള് തന്നെയാണെന്നും അതില് ഒരു സംശയവും വേണ്ടാന്നും ആ എഗ്രിമെന്റിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതും. ഞാനീ ചെയ്തതിനൊക്കെ പ്രതാപൻ എനിക്ക് മാപ്പ് തരണമെന്നും കൂടി അതിലെഴുതും. അപ്പോ അച്ഛൻ നിങ്ങളെ തെറ്റിദ്ധരിക്കില്ലേ? തെറ്റിദ്ധരിച്ചോട്ടെ, പക്ഷേ അവനെന്നെ ഇറക്കിവിടാൻ പറ്റില്ലല്ലോ. കാരണം അപ്പോഴേക്കും ഈ വീടും പറമ്പും ഒക്കെ എന്റേലല്ലേ. ഈ ഐഡിയ കൊള്ളാം. അച്ഛന് സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ ഇതേ ഉള്ളൂ മാർഗം. എല്ലാം ഇവരുടെ ചതിയാണെന്ന് അച്ഛൻ മനസ്സിലാക്കും. ഇവരടിച്ച് പുറത്താക്കുകയും ചെയ്യും. നീ എന്തു പറയുന്നു? ഞാൻ ചെറിയമ്മയോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിന്നെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ട് ഇടിക്കാൻ ഒരാള് വേണ്ടേ? അതിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഓ, മനസ്സിലായോടാ ഇഡിയറ്റ്? അല്ല, നീ വിജന തീരത്ത് വന്ന് ആരെ കാത്തിരിക്കുക? ഞാൻ എവിടെ ഇരുന്നാലും നിനക്കെന്താ? നീ ആരടാ? നീ അവളെ നോക്കിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ അവൾ ഇനി വരില്ലടാ. അവൾക്കിനി നിന്നെ വേണ്ടാന്ന്. നീ ഇതുപോലത്തെ എത്ര നുണകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാനേ ഞാൻ മണ്ടനല്ല. ഓ, നീ വെറുതെ വെയിൽ കൊള്ളണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ സൗകര്യം പോലെ നീ ചെയ്. അവൾ അവിടെ വീട്ടിൽ പറയുന്ന ഞാൻ കേട്ടതാ, നിന്നെ വേണ്ടാന്ന്. ജീവിതത്തിൽ ഇനി ഒരിക്കലും നിന്നെ കാണൂലെന്നാ അവള് പറയുന്നത്. ആ സന്തോഷ വാർത്ത പറയാനാ ഞാൻ ഓടി വന്നേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പ്രതാപേട്ട സത്യം അറിയുമ്പോൾ ഇവരെ അടിച്ച് വെളിയിലാക്കും. വീടും പറമ്പും തിരിച്ചെഴുതി വാങ്ങിക്കുകയും ചെയ്യും. പക്ഷെ മോളെ, ആദ്യം അവരുടെ കയ്യിൽ നിന്ന് എഗ്രിമെന്റ് വാങ്ങിക്കണം. അത് ഞാൻ വാങ്ങിക്കാം ചെറിയമ്മേ. ചെറിയമ്മേ, അപ്പോ ഞാനത് സമ്മതിക്കാം.